ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ദിവസമാണ്. ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, റൈറ്റ് ഡിങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കിട്ടുവാണെങ്കിൽ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ വളരെ ലേറ്റായി പോയി. പരിപാടിയൊക്കെ സ്റ്റാർട്ടായി. ഇപ്പോൾ ഞാൻ ഡിങ്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ സ്ഥലങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ദൂരെ കാണുന്നില്ലേ, കടലാണ് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് ഡിങ്കിൾ ബേ എന്നാണ്. ഞാൻ വീട്ടിലേക്കുള്ള വഴിയിലാണ്. വീട്ടിലേക്ക് അധികം ദൂരമില്ല, ഒരു 10 മിനിറ്റ് മുന്നിലെത്തും. ഡിങ്കിൾ ബേയുടെ സൈഡിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. വൈഡ് അറ്റ്ലാന്റിക് ബേ എന്നാണ് ഈ റോഡിൻ്റെ പേര്. അറ്റ്ലാന്റിക് ഓഷനെ പാസ് ചെയ്ത് അതിൻ്റെ സൈഡിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ റോഡിന് കൊണ്ട് പേര് വന്നത്. ഇത് ഡിങ്കിൾ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ്. ഇവിടുത്തെ ഒരു മെയിൻ ഹോട്ടലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്, കെലി ഹോട്ടൽ. ടോപ്പ് പ്രയോറിറ്റി വരുന്നൊരു ഹോട്ടലാണ് ഡിങ്കിളിൻ്റെത്. ഇത് ഇവിടുത്തെ ഫിണറൽ ഹോമാണ്. സെമിത്തേരിയൊക്കെ പോലെ ഇലക്ട്രിക് ഫിണറൽ ഹോമാണ് ഇവിടെ. പിന്നെ ഇതാണ് ഡിങ്കിൾ ടൗണിലേക്ക് നമ്മൾ അപ്രോച്ച് ആവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വഴിയിലൊക്കെ പോലീസ്, അതായത് ഇവിടുത്തെ ഗാർഡ് എന്നാണ് പറയുന്നത്, ഇവർ ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഡിങ്കിൾ റൈഡ് മാരത്തണിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക് കൺട്രോൾ നല്ല രീതിയിൽ ഇന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിവിടെ സ്റ്റേ ചെയ്യുന്നത്. എനിവേ റൈഡ് ഓൾറെഡി 8 മണിക്ക് സ്റ്റാർട്ടായി. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു 8:15 അതുകൊണ്ട് ഫുൾ വ്യൂ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ വ്യൂസൊക്കെ എനിക്ക് ലോസ് ആയിപ്പോയി. ഇപ്പോൾ ഡിങ്കിൾ ടൗണിലേക്കാണ് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലേക്ക് കാറൊന്ന് ഒതുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം കുറേയധികം വണ്ടികൾ മുമ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടികളിലൊക്കെ കണ്ടില്ലേ, ഒരു സ്റ്റാൻഡ് പോലെ കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക്. ഈ സൈക്കിൾ റൈഡ് മാരത്തണിന് വേണ്ടിയിട്ടുള്ള സൈക്കിളൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഈ ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ ഒത്തിരി പേരോട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം വാഹനങ്ങൾ. അതിൻ്റെ പാർട്ടായിട്ട് റോഡൊക്കെ കുറേയൊക്കെ ക്ലോസ്ഡ് ആണ്. മാരത്തൺ നടക്കുന്ന സമയമായതുകൊണ്ടാണ് റോഡ് ക്ലോസ് ആക്കിയിരിക്കുന്നത്. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒറ്റപ്പെട്ട ആളുകൾ ഇങ്ങനെ സൈക്കിളിൽ പോകുന്നത്. അവരൊക്കെ ഡിലേ ആയിട്ട് ആണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാർഗറ്റ്. അതുകൊണ്ടാണ് അവർ ലേറ്റായിട്ടായാലും അതിൽ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ക്രോസ് കട്ടിലൂടെ കയറി വീട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ ടാക്സി ഡ്രൈവർ ഉണ്ട്, ഡൊണീക്ക എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഈ കാറ് ഇങ്ങനെ ഇത്ര തിരക്കൊന്നും ഇവിടെ സാധാരണ ഉള്ളതല്ല. ഡിങ്കിൾ എന്ന് വെച്ചാൽ ഒത്തിരി ആൾത്തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് ശരിക്കും. സമ്മർ ആയതുകൊണ്ടും ടൂറിസ്റ്റേഴ്സിൻ്റെ ഒരു ആധിക്യമുള്ളൊരു സമയം കൂടെ ആയതുകൊണ്ടാണ് ഇത്രയധികം കാറുകളും ഒക്കെ ഈ നിരത്തിൽ കാണുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ വരുവാണെങ്കിൽ തികച്ചും വിജനമായി ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഇന്ന് സ്പെഷ്യലി ഈ റൈഡിന് വന്നവരുടെ കാറുകളാണ് കൂടുതലും ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിങ്കിൾ ടൗണിൽ നിന്ന് ചർച്ച് റോഡിലേക്കുള്ള എൻട്രിയിലേക്ക് പോവുകയാണ്. ഗ്രീൻ സ്ട്രീറ്റ് എന്നൊക്കെ പറയും. ഞാൻ ഇപ്പോൾ ആ വഴിക്ക് പോകുന്നില്ല, വീട്ടിലേക്കാണ്. പിന്നീട് ഒരു ദിവസം ചർച്ച് റോഡ് വഴി പോകുമ്പോൾ ഇവിടുത്തെ മെയിൻ പള്ളിയും ഒക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള ഡൈവേർഷനിലേക്കാണ്. ഞങ്ങൾ മെയിൻലി ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാണ് സൂപ്പർ വാല്യൂ, പിന്നെ ഒന്ന് ലിഡിലും. അപ്പോൾ നേരത്തെ ഞാൻ ആ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നിർത്തിയ സ്ഥലമില്ലേ, അവിടെ ആയിരുന്നു സൂപ്പർ വാല്യൂ. അത് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ ട്രാഫിക് കഴിഞ്ഞ് നേരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വലത്തെ സൈഡിൽ ലിഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ്. അതാണ് ഇവിടുത്തെ വേറൊരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലുള്ളൊരു ആംബിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മലഞ്ചെരിവുകളാണ്. ടൂറിസ്റ്റ് പ്ലേസാണ്, ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസാണ്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് മലഞ്ചെരിവാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ഡിങ്കിൾ ബ്രൂവിങ് കമ്പനി ഇവിടുത്തെ പഴയൊരു ഡിസ്റ്റിലറിയാണ്. എന്തായാലും ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ്, വർക്കിംഗ് അല്ല. അങ്ങനെ ഈ റോഡ് ഇനിയിപ്പം മലഞ്ചെരുവിലേക്ക് പോകുന്നൊരു റോഡാണ് കേട്ടോ. അധികം ദൂരമില്ല, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് എൻഡ് ചെയ്യുന്നുണ്ട്. മലഞ്ചെരുവിലേക്ക് കയറിപ്പോയതിന് ശേഷം വളരെ നാരോ ആയിട്ട് എൻഡ് ചെയ്ത് പോകും ഈ റോഡ്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളൊക്കെ ഓർമ്മ വരും. മൂന്നാർ, ആ ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ആ ഒരു വ്യൂ ആണ് ഇവിടെയും. ഇങ്ങനെ കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന മലയും താഴ്വാരങ്ങളും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇവിടുന്ന് കണ്ടോ, അങ്ങോട്ട് പൊതുവെ തിരക്ക് നല്ല കുറവാണ്. ഇവിടെയൊക്കെ കുറേ പോഷ് വില്ലാസും അങ്ങനെയൊക്കെ വരുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വില്ല സെക്ടറിലേക്ക് കയറാൻ പോവുകയാണ്. ഓൾറെഡി ഞാനിവിടെ റീച്ചായി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വില്ലാസൊക്കെ ഉണ്ട്. ഇതിലൊരിടത്താണ് ഞാനും താമസിക്കുന്നത്. ഇവിടെയും ഇന്ന് 10-ലേറെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഡിങ്കിൾ റൈഡ് മാരത്തണിൽ പങ്കെടുക്കാനായിട്ട് വന്നവരായിരിക്കണം. സാധാരണ ഇവിടെ നിന്നും ഇങ്ങനത്തെ ആളുകളെ ഒന്നും കാണാൻ കിട്ടാത്തതാണ്. ആളുകളൊന്നുമില്ല, കാറുകൾ മാത്രമേ ഉള്ളൂ. എനിവേ ഞാൻ വീട്ടിലെത്തി.